നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഒരു കാര്യം പറയാനുണ്ട്. എന്താ ചേട്ടാ? അച്ഛൻ ഇന്നലെ എന്നോട് കുറെ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. എന്ത്? ഹൃതിക മേഡത്തിന്റെയും അളിയന്റെയും കല്യാണ കാര്യം. എന്തു പറഞ്ഞു? വാസ്തവത്തില് നിങ്ങളുടെ വിവാഹ കാര്യത്തിൽ നടന്ന എന്തൊക്കെയാണെന്ന് അച്ഛൻ അറിയാം. മുണ്ടിൽ ചവിട്ടി പിടിക്കൽ അഴിയും. ഈ വാതിലാടെ അവിടെ കൊണ്ടുവച്ചത് എന്താ കാണിക്കുന്നത്? എന്താ ചേട്ടാ ഇത്? ഈ കോലത്തില് ചേട്ടൻ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഞാൻ പറയൂടി, എനിക്കും കൂടെ അവകാശപ്പെട്ട വീടായത്. എനിക്ക് തോന്നുമ്പോ ഞാൻ ഇവിടെ കയറി വരും, തോന്നുമ്പോ ഞാൻ ഇവിടെ ഇറങ്ങി പോകും. ഇവനെ വേണൂട്ടാ, വേണ്ട, ഞാനല്ലേ പറയുന്നേ. ജയൻ ചേട്ടൻ ഈ ചെയ്യുന്നത് തീരെ ശരിയല്ല കേട്ടോ. എന്നെ തെറ്റി ശരി പഠിപ്പിക്കാനേ എനിക്ക് എന്റെ ഭാര്യയുണ്ട്, ഭാര്യയുടെ അനിയുണ്ട്, ഭാര്യയുടെ അമ്മ അച്ഛനും ഉണ്ട്. മന്ത്രിയുടെ മോളെ ഭരണമൊക്കെ അങ്ങ് മന്ത്രിയുടെ വീട്ടിൽ മതി കേട്ടാ. അച്ഛൻ നാട് ഭരിക്കുന്ന ആളാണെന്ന് കരുതി എന്നെ ഉപദേശിക്കാൻ വന്നോണ്ടല്ലേ എന്റെ സൂക്ഷിച്ച് സംസാരിക്കണം. ഭാര്യയെ പറഞ്ഞപ്പോ ഭർത്താവിന്റെ പൊള്ളി. ഇനി അളിയൻ വാ തുറന്ന അളിയന്റെ വായിൽ ഞാൻ പുളിവെള്ളം കലക്കി ഒഴിക്കും. അയ്യോ എന്റെ പൊന്നും മോന് ചതകരുത്, അടിച്ചതൊക്കെ വെറുതെ പോവും. അളിയൻ ഇനി ഒരു അക്ഷരം മിണ്ടൂല, സത്യം. പ്രകടനം കഴിഞ്ഞെന്ന് തോന്നുന്നു. മാഡം മുറിക്കകത്ത് നോക്കോ. ഇവൻ ഉറങ്ങിയതിന് ശേഷം മാഡത്തിനെ ഇവിടെ ഒന്ന് വിളിക്കും. അയ്യോ ഇവിടെ ആരും അത്താഴം കഴിക്കുന്നില്ലേ? അത്തായം പിടിച്ചോണ്ട് കിടത്താൻ നോക്ക്. ചേട്ടാ കുടിച്ചു ബോധമില്ലാതെ കയറി വന്നിട്ട് അത്തായം വേണമെന്ന്. അത്തായം വേണ്ടിട്ട് എന്തിനാ ഇവിടെ വാള് വെക്കാനോ? അച്ഛാ വേണ്ട. ചേട്ടൻ വന്നേ. നീ പുറത്തു പോയി ആ രമ്യ അവിടെ തന്നെ ഉണ്ടോ പോയോന്ന് പോയി നോക്കിട്ടോ. രമ്യ? ചേട്ടൻ എന്താ ഈ പറയുന്നേ? ഇവന് പൂസും പോയി വെളിവും പോയി പ്രാന്തായോ? എടി പോയി നോക്കിട്ട് വാടി. ഓ എന്താ? ഇപ്പൊ വരും. പുറത്താരുമില്ല. ഹൃതിക മേഡം, അളിയാ, നിങ്ങൾ എല്ലാരും എന്നോട് ക്ഷമിക്കണം. സത്യമായിട്ട് ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല, സത്യം. അവളില്ല രമ്യ, അവളെന്നെ വിളിച്ചു പറഞ്ഞ് എന്നെ ഒന്ന് ഏഷണി കയറ്റാൻ നോക്കി. എന്നാ പിന്നെ അവൾക്കിട്ട് പണിയെടുക്കാന്ന് ഞാനും കരുതി. ഞാൻ ഇവിടെ വന്ന് കുടിച്ച് ബഹളം ഉണ്ടാക്കി, ഇനി അങ്ങോട്ട് ഇവിടെ പ്രശ്നം ഉണ്ടാവുമെന്ന് അവൾ വിചാരിച്ചോട്ടെ. എങ്ങനെയുണ്ട് ഐഡിയ? ജയ ഇങ്ങ വന്നേ. ഓ എന്താ അമ്മേ? നിന്നെ വിട് അമ്മേ, വിട്. വിടമ്മേ. രമ്യ അങ്ങനെ നിന്നെ വിളിച്ചു പറഞ്ഞെങ്കി അത് പ്രിയോടോ രാജുവിനോടോ ഒന്ന് വിളിച്ചു പറഞ്ഞ പോരായിരുന്നോ? പറഞ്ഞൂടായിരുന്നു അളിയാ. നീ എന്തിനാ ഇങ്ങനെ ബഹളം വെച്ച് അഭിനയിച്ചത്? രാധമ്മേ, ഞാൻ പറഞ്ഞില്ലേ രമ്യയെ പറ്റിക്കാൻ. ഞങ്ങളെല്ലാം കുറച്ചു നേരത്തേക്ക് നീ തീ തിരിച്ചു കളഞ്ഞല്ലോടാ. എന്നാലും ഈ രമ്യക്ക് ഇത് എന്തിന്റെ പ്രശ്ന? ഇത് അവളോട് ചോദിക്കണമല്ലോ. ചോദിച്ചില്ലെങ്കിലേ ശരിയാവില്ല. അളിയ വേണ്ട, രമ്യക്ക് അസൂയ. ഹൃതിക മാഡവും അളിയനും സന്തോഷമായിട്ട് ജീവിക്കുന്ന കണ്ടിട്ട് അവൾക്കൊരു കുട്ടി കുശുമ്പ്, അത്രേ ഉള്ളൂ. അതിനെ അറിഞ്ഞതായിട്ട് ഭാവിച്ച് വഴക്കിലൊന്നും പോണ്ട. എത്രയൊക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കിയാലും ഹൃതിക മേഡവും അളിയനും സന്തോഷായിട്ട് വഴക്കൊന്നുമില്ലാതെ ജീവിച്ചാ മതി. പാചക മത്സരത്തിന് 1ാം സമ്മാനത്തെക്കാൾ വലിയ സമ്മാനം വാങ്ങിയ ഹൃതിക മേഡത്തിന് ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അച്ഛാ, ഹൃതിക മേഡത്തിന്റെ പേരിൽ ഒരു ശത്രു സംഹാര പൂജ നാളെ തന്നെ നടത്തും. കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ ചേട്ടാ? അതെന്ത് ചോദ്യം ഹൃതിക മേഡം? ഭക്ഷണം എടുക്ക്.
വിശന്നിട്ട് കുടല് കയറിയത്. രഥമേ വാ. ആ വടി. ശരിയളിയ അച്ഛാ, ഇവിടെ നിന്ന് ബഹളം വെക്കാനേ രമ്യ ഒരു ബോട്ടിൽ എടുത്തു തന്നിരുന്നു. സാധനം കയ്യിലുണ്ട്. ഈ സന്തോഷത്തിന് നമുക്ക് രണ്ടെണ്ണം അടിച്ചാലോ? ഒന്ന് വളർന്ന് അവനെങ്ങാനും കേട്ട എന്നെ ശരിയാക്കും. രാസം പറഞ്ഞ എന്റെ കൊല്ലും. വേണ്ടെങ്കി വേണ്ട, ഞാനിത് സുശീലനായിട്ട് സോഡയും ചേർത്തടിച്ചോളാം. എന്താണ് അച്ഛനും മരുമകനും കൂടി ഒരു സ്വകാര്യം? ഒന്നുമില്ല. മരുമ സന്തോഷത്തോടെ പറയുന്നല്ലേ? വേണമെങ്കിൽ ഒരെണ്ണം അയക്കോ? ആണോ? ജയ, എനിക്ക് നിന്റെ ഒരു സഹായം വേണം. എന്താ അച്ഛാ? വാ, ഞാൻ പറയാം. ആ ഋതിക മാഡം, വേഗം റെഡിയാവ്, സമയം വൈകുന്നു. മരുന്നു രാജു. ആ എന്താ അളിയത്, ഇന്നൊരു ദിവസം ലീവ് എടുത്തൂടെ? നമുക്കെല്ലാരും കൂടി പുറത്തോട്ടൊക്കെ പോയിട്ടെ ഒരു സിനിമയെ കണ്ടിട്ടൊക്കെ വരാന്നേ. ആ കൊള്ളാം, നല്ല കഥയായി. വർമ്മ സാർ ഇലക്ഷൻ വർക്കിന്റെ തിരക്കില്ല, സമയം കളയണ്ടേ, എത്രയും പെട്ടെന്ന് അവിടെ എത്തണം. ഇന്നൊരു ദിവസം അവധി എടുക്കളിയാ? ഏയ്, അതൊന്നും നടക്കുന്ന കാര്യമല്ല. നിന്റെ ഷർട്ട് അവിടെ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ അളിയ, ഞാനൊന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാം. ഡേ അതുകൊണ്ടോ? മേഡം, ഒന്നിങ്ങൊന്നൊരു കാര്യം പറയാനുണ്ട്. എന്താ ചേട്ടാ? അച്ഛൻ ഇന്നലെ എന്നോട് കുറെ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. എന്ത്? ഋതിക മേഡത്തിന്റെയും അളിയന്റെയും കല്യാണ കാര്യം. എന്ത് പറഞ്ഞു? വാസ്തവത്തില് നിങ്ങളുടെ വിവാഹകാര്യത്തിൽ നടന്ന എന്തൊക്കെയാണെന്ന് അച്ഛൻ അറിയാം. ചേട്ടൻ എന്താ ഈ പറയുന്നത്? അതായത് അപ്പൊ എല്ലാം വേണുങ്ങളുടെ അറിയായിരുന്നു അല്ലേ? നിങ്ങൾ രണ്ടാളുടെയും വിവാഹം ശരിക്കും നടത്തി. രാജു ഋതിക മാഡത്തെ ഉപേക്ഷിക്കാത്ത വിധം രാജുവിനെ ഒന്ന് പൂട്ടാൻ അച്ഛനൊരു പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്ത് പ്ലാൻ? അതൊക്കെ പറയാം. ഋതിക മാഡം, മാഡം നമുക്കിറങ്ങാം. ഇറങ്ങാം. ആ, നീ ഇറങ്ങാൻ തുടങ്ങാറുന്നാ? ആ അതേച്ചാ. അല്ല അങ്കിളെ, എന്താ ഈ വഴിക്കൊക്കെ? വേണുവിന് സുഖമില്ലായിരുന്നപ്പോ ആശുപത്രിയിൽ വന്നതല്ലാതെ നേരിട്ട് വന്ന് കാണാൻ സാധിച്ചില്ലല്ലോ. എങ്കിൽ ഈ വിദ്വാനെ നേരിട്ടൊന്ന് കാണാമെന്ന് വിചാരിച്ചു വന്നതാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.